നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്ത കാലം വരെ കേരളത്തിലെ മിക്ക വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിലാണ് എന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പല മേഖലകളിലും സ്വദേശിവൽക്കരണം കൂടി വന്നിട്ടുണ്ട്. ഇത് കുറച്ചു പേർക്കെങ്കിലും ജോലി നഷ്ടപ്പെടാനും കാരണമാകും. ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ വിദേശ തൊഴിലാളികളെ വേണ്ട എന്ന നിലപാടാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിയുടേത്. തൊഴിലാളികളുടെ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട 2024 12-ാം നമ്പർ നിയമത്തിനാണ് അമീർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇത് നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. 6 മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതേസമയം നൂതന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് തൊഴിലവസരവും ഉണ്ട് എന്നതും കുറച്ചൊരു ആശ്വാസം നൽകുന്നത് തന്നെയാണ്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സ്വദേശികൾക്കും സ്വദേശി വനിതകളുടെ കുട്ടികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ തുറക്കാനും അതുവഴി സ്വദേശികളുടെ മാനവ വിഭവശേഷി സ്വകാര്യ മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. വിഷൻ 2030 ഭാഗമായി കൂടിയാണ് പുതിയ നിയമം നടപ്പിൽ വന്നിട്ടുള്ളത്. പുതിയ നിയമത്തിന് കീഴിൽ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടുമെന്ന് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാണിജ്യ രജിസ്ട്രേഷനുള്ള വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങൾ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, ലാഭേച്ഛ ലക്ഷ്യം വയ്ക്കാതെ പ്രവർത്തിക്കുന്ന ചാരിറ്റി സ്ഥാപനങ്ങൾ, കായിക സ്ഥാപനങ്ങൾ, അസോസിയേഷനുകൾ തുടങ്ങിയ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയാണ്. സ്ഥാപനത്തിന്റെ നിലവാരം, തൊഴിലാളികളുടെ എണ്ണം, ജോലി എന്നിവയെ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ തരംതിരിച്ച് സ്വകാര്യ മേഖലയ്ക്കായി തൊഴിൽ ദേശസാൽക്കരണ പദ്ധതി നടപ്പിലാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തരി പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും തൊഴിൽ ദേശസാൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ് തൊഴിൽ കരാർ ടെംപ്ലേറ്റുകൾ പുറപ്പെടുവിക്കുന്നതിനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസം പൂർത്തിയാകുന്നതോടെ ഇതെല്ലാം പ്രാബല്യത്തിൽ വരും. വരും ദിവസങ്ങളിൽ നിയമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.